ഇപ്പോൾ ഗോൾഡിൻ്റെ കറൻലി ഇതുവരെയുള്ള ട്രേഡ് സെറ്റപ്പിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഇനിയൊരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്ന ഈ രണ്ട് സോണുകളാണ്. അതിന് മുന്നേ നമുക്കൊന്ന് ഫുൾ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഡേ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട്. ടോപ്പിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പ് സൈഡിലുള്ള ഒരു ട്രെൻഡ് ലൈൻ വരുന്നത്. അതുപോലെ ഡൗൺ സൈഡിൽ വരുന്നത് മേജറായിട്ട് വരുന്ന രണ്ട് ലോനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇനി ഏകദേശം ഈ ട്രെൻഡ് ലൈൻ പ്രകാരമാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ വന്നിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും കയറി പോവുക. പിന്നെ വരുന്നത് വെച്ചാൽ പ്രോപ്പറായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഡിമാൻഡ് ഏരിയാസ്. അതിൽ ഈ ഒരു സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സോണ് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇതാണ് പ്രോപ്പറായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഒരു സോണ് വരുന്നത്. പിന്നെ ലാസ്റ്റിലത്തെ സ്വിംഗ് ലോ മാർക്ക് ചെയ്യണം. ലാസ്റ്റിലത്തെ സ്വിംഗ് ലോ വരുന്നത് ഈ ഒരു പോയിൻ്റാണ് ഡേ ടൈം ഫ്രെയിമിൽ. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ലൈനാക്കിയിട്ട് വേണമെങ്കിൽ വരക്കാം. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കേണ്ട ഡേ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ആയിട്ടാണ് വന്നത്. അതെ, പ്രോപ്പറായിട്ട് തന്നെ വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫെയർ വാല്യൂ, ഡേ ടൈം ഫ്രെയിമിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ റെഡ് ടെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോ വരെ എത്താനുള്ള ചാൻസ് ഹൈ പ്രോബബിലിറ്റിയാണ്. അതിനുശേഷം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് റെഡ് ടെസ്റ്റ് എടുത്തിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ഏകദേശം മിക്കവാറും ഒരു 3400 മുതൽ 3600 വരെയുള്ള പ്രൈസ് ആയിട്ട് ടാർഗറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇന്ന് നമുക്ക് അല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ട്രേഡാണ്. ഡേ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഡേ ടൈം ഫ്രെയിമിലൂടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ഇത് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് ഈ പോയിന്റ് മുതൽ മൂന്നാമത്തെ ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ ക്യാനിൽ ചിലപ്പോൾ ഒരു ഹൈ പിക്ക് ചെയ്തിട്ട് ഒരു സെല്ലിങ് വരലായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് പെൻഡിങ് കിടക്കുന്നത്. ഇനി ലോ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലോ ടൈം ഫ്രെയിമിൽ 4 അവറിലോട്ട് കിട്ടും. 4 അവറിൽ അത്ര പ്രോപ്പറായിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. മിറ്റിഗേറ്റ് ചെയ്യാത്ത, കാരണം ഒരുവിധമൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെയും ചെറിയ ടൈം ഫ്രെയിമിൽ 30 മിനിറ്റ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ ഇവിടെ എന്തുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കാരണം ഓർഡർ ബ്ലോക്കിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലിക്വിഡിറ്റി അവിടെ സ്വീപ്പ് ചെയ്യണം, അതെടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. മൂന്നാമത്തത് പ്രോപ്പറായിട്ട് എന്തുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും കൂടിയുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നോക്കുന്ന സോൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് നടന്ന ഈ ഒരു സോണിൻ്റെ ഏരിയയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊന്ന് ലോ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഹയർ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോണിന് മുന്നേ 2 തവണ ടാപ്പ് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പം ഏറ്റവും പ്രോബബിലിറ്റി എന്നുള്ള സോണും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു സോണുകളിൽ മാർക്കറ്റ് റിവേഴ്സിൽ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിംഗ് പോകും. ഇത് 1 അവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ലോവർ ടൈം ഫ്രെയിമിൽ ഒരു 3 മിനിറ്റിലോട്ട് കിട്ടിയിട്ട് മാർക്കറ്റിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. 3 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രോപ്പറായിട്ട് ലാസ്റ്റിലത്തെ സ്വിംഗ് ലോന് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ റിടെസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ 3 മിനിറ്റിൻ്റെ ഓബിയും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ക്യാൻഡിൽ ക്ലോസ് വന്നില്ല, വിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം മേ ബി ഇതെന്താ ഒരു ലിക്വിഡിറ്റി ആകാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോന് പിന്നെ കട്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റ് തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെല്ലിങ് ഈ ഒരു ഫ്ലോയിൽ തന്നെ നല്ല ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ഒരു സെല്ലിങ് വരണം. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ്മെൻറ്റ് വരാനെക്കാട്ടിയും കൂടുതൽ ചാൻസ് കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 15 മിനിറ്റിൽ നല്ല സോണുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് ഒന്നിൽ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടായിരിക്കും ഒരു സെല്ലിങ് വരലുണ്ടായിരിക്കുക എന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ. ഒന്ന് 30 മിനിറ്റ്സിൻ്റെ ഓർഡർ ബ്ലോക്കാണ്. രണ്ടാമത് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്, ഈ ഒരു റെക്റ്റാങ്കിൾ വെച്ച ഈ ഒരു സോൺ. കാരണം അവിടെ ഇപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബ്രേക്കൗട്ടായി ഒന്ന് മുകളിലോട്ട് പോയി ടെസ്റ്റ് എഴുതി വരുന്നതാണെങ്കിൽ നമുക്ക് ഈ 2 സോണിൽ നിന്നാണ് ട്രേഡ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ ചെറിയ ലോ ടൈം ഫ്രെയിമിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു 1 മിനിറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു മാർക്കറ്റ് പ്രോപ്പറായി ഇന്നലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അവിടുന്ന് ഫെയിലായി ആ ഏരിയയിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ വന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്ന്
ഇതാ ഈ ഒരു സോൺ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്ക് ചെയ്ത് വെച്ചു. സ്വിംഗ് ലോണിൻ്റെ ആയ സ്റ്റോപ്പ് ലോസ് ഇതാ ഇങ്ങനെയാണ് ഈ ട്രേഡ് വരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാർഗറ്റ് വെച്ചിട്ട് ഇനി എല്ലാം മുകളിലോട്ട് അത് എടുത്തിട്ടേ വ്യൂ നല്ല പ്രോപ്പർ കൺഫർമേഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം, ഇതുപോലെ ടാർഗറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് ലെവലാണ്. എന്നാൽ നിങ്ങളുടെ വ്യൂ എന്താണ് ജസ്റ്റ് കമൻറ്റ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യാം.